ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മൾ അരേസിനെ കുറിച്ച് കുറച്ച് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു, ലീനിയർ അരേസിനെ കുറിച്ച്. ഇനി നമുക്കുള്ളത് നമ്മളുടെ മൾട്ടി ഡയമെൻഷണൽ അരേസ് ആണ്. അത് സിംഗിൾ ഡയമെൻഷൻ ആയിരുന്നു, ഇനി മൾട്ടി ഡയമെൻഷണൽ അരേസ് ഉണ്ട്. മൾട്ടി ഡയമെൻഷണൽ അരേസിൻ്റെ കേസ് വരുമ്പോൾ അത് 2D പോസിബിളാണ്, 3D ഒക്കെ പോസിബിളാണ്. അപ്പോൾ 2Dൻ്റെ കേസ് വരുമ്പോൾ അത് നമ്മളിപ്പോൾ ടേബിൾസൊക്കെ ആയിട്ട് 2 ഡയമെൻഷണൽ ടേബിൾസൊക്കെ ചെയ്യാറില്ലേ, അതേപോലെ മാട്രിസസ്, അതേപോലെ പാരലൽ വെക്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളുടെ 2 ഡയമെൻഷണൽ അരേസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കതിന് കുറച്ച് എക്സാമ്പിൾസൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ ഗെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എങ്ങനെയാണ് മൾട്ടി ഡയമെൻഷണൽ അരേസ് ചെയ്യുന്നത്? ഫസ്റ്റ് അത് ഡിറൈവ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ബേസിക് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു മൾട്ടി ഡയമെൻഷണൽ അരേസ് ഡിറൈവ് ചെയ്യണം. ദെൻ ഇവിടെ ഒരു ഈ ഫിഗറിൽ 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്, 3 ഡയമെൻഷണൽ അറേ ഉണ്ട്. 1 ഡയമെൻഷണൽ അറേയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ചില സിംഗിൾ ഡയമെൻഷനിലായിരിക്കും. അപ്പോൾ 0, 1, 2 എന്ന് പറഞ്ഞിട്ട് ഓരോ പൊസിഷൻസ് ഉണ്ടായിരിക്കും. ഓരോ പൊസിഷൻസും എലമെൻറ്റ്സ് കൺസിസ്റ്റിംഗ് ആയിരിക്കും, അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും ഓരോ എലമെൻറ്റിന്. പക്ഷേ 2 ഡയമെൻഷണൽ അറേൻ്റെ കേസ് വരുമ്പോൾ റോസും കോളംസും ഉണ്ടായിരിക്കും. അപ്പോൾ 0, 0 രണ്ട് സബ്സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരിക്കും. 0, 0, 0, 1, 0, 2 അങ്ങനെ ഓരോ സബ്സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കും. എന്നൊക്കെ ഞാൻ മുമ്പ് സ്റ്റുഡിയോയിൽ ക്ലാസ് എടുത്തതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവിടെ 3 ഡയമെൻഷണൽ അറേൻ്റെ ഒരു ഫിഗറുണ്ട്. അത് 3 സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് 3 ഡയമെൻഷണൽ അറേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ അറേസിന്. അതിൽ വെച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാണ്ട് നമുക്ക് മാട്രിസസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതാണ്. ദെൻ 2 ഡയമെൻഷണൽ അറേസ്. 2 ഡയമെൻഷണൽ അറേസിൽ 2 നൊട്ടേഷൻസ് ആയിട്ട് 2 ഇത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആൽജിബ്രിക് നൊട്ടേഷൻ, ദെൻ സി നൊട്ടേഷൻ. എങ്ങനെയാണ് ആൽജിബ്രിക് നൊട്ടേഷൻ വരുന്നത്? ഇതൊരു മെട്രിക്സ് പോലെയല്ലേ കാണാൻ. അപ്പോൾ B = 51, 52, 53, 54, 55, 56. ഇതൊരു റോസും കോളംസും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു മെട്രിക്സിന് നമ്മൾ റോസും ഇപ്പോൾ ഒരു ടേബിൾ പോലെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ടേബിൾ പോലെയും കൺസിഡർ ചെയ്യാൻ പറ്റും ഈ മെട്രിക്സിനെ. അപ്പോൾ റോ 1 ഉണ്ട്, റോ 2 ഉണ്ട്, അതേപോലെ കോളം 1 ഉണ്ട്, കോളം 2 ഉണ്ട്, കോളം 3 ഉണ്ട്. ഇത് 3 കോളംസ് 2 റോസും ഉള്ള ഒരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ നമ്മൾ 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് അപ്പോൾ ചെയ്യുന്നത്. ഈ കോളത്തിൻ്റെ ഒരു സബ്സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും, റോൻ്റെ ഒരു സബ്സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും നമ്മളുടെ 2 ഡയമെൻഷണൽ അരേസിൽ. ഇനി സി നൊട്ടേഷൻ്റെ കേസ് വരുമ്പോൾ എന്താ ഉള്ളത്? ഫസ്റ്റ് ഇൻറ്റ് B 2, 3. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അരേൻ്റെ ടൈപ്പാണ്. എന്ത് ടൈപ്പ് ഇനി 2 ഡയമെൻഷണൽ അരയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ടൈപ്പ്? ആ അരേ ടൈപ്പ് എന്താണ്? അതൊരു ഇൻറ്റീജർ ടൈപ്പാണ്. പിന്നെ ബി എന്താണ്? നമ്മളൊരു വേരിയബിൾ നെയിം കൊടുക്കില്ല അരേക്ക്, അതാണ് ബി, അരേ നെയിമാണ്. ദെൻ 2, 3. 2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. 3 എന്ന് പറഞ്ഞാൽ 3 കോളംസ്, നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെ കണ്ടില്ലേ, 2 റോയും ഉണ്ട്, 3 കോളംസും ഉണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സബ്സ്ക്രിപ്റ്റ്സ് ആണ് ഈ 2, 3 എന്ന് പറയുന്നത്. ദെൻ = 51, 52, 53 അത് ഫസ്റ്റ് റോ, 54, 55, 56 അത് സെക്കൻഡ് റോ. അപ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ തന്നെ വാല്യൂസ് ഡിക്ലറേഷൻ ടൈമിൽ തന്നെ അതിലേക്കുള്ള വാല്യൂസും അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനീഷ്യലൈസേഷനും കഴിഞ്ഞു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ. അപ്പോൾ അതാണ് ഈ 2 എക്സാമ്പിൾസ്. ഇത് 2 ഡയമെൻഷൻസ് ഉള്ള ഒരു അരേസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആൽജിബ്രിക് നൊട്ടേഷൻ കണ്ടു, അതിൻ്റെ തന്നെ സി നൊട്ടേഷനാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിൽ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കുക. രണ്ടും സെയിം മീനിങ് ആണ്. ഒന്ന് ആൽജിബ്രിക് നൊട്ടേഷനും മറ്റ് സി നൊട്ടേഷനും ആണെന്നേ ഉള്ളൂ. സി പ്രോഗ്രാമിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അരേ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാല്യൂ. ഇങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്തിട്ടൊക്കെ വാല്യൂ അസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ ഇൻഡെക്സസ് ഇൻ 2D അറേ. എങ്ങനെയാണ് നമ്മളുടെ ഈ 2D അറേയിൽ ഇൻഡെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക? നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അറേസിൽ ഈസിയാണ്. നമ്മൾ ഓരോ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതിൻ്റെ കേസ് വരുമ്പോൾ 2 സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, റോസും കോളംസും. അപ്പോൾ 2 സബ്സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ റോൻ്റെയും കോളത്തിൻ്റെയും കൂടെ സബ്സ്ക്രിപ്റ്റ്സ് വെച്ചിട്ട് വേണം നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളാണ്, അല്ലെങ്കിൽ ഒരു 2D അറേയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഒരു എലമെൻറ്റ് 6 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വാല്യൂ ഓഫ് 1, 3. ഈ 1 എന്ന് പറയുന്നത് റോ ആണ്, കണ്ടില്ലേ? റോ 1ലാണ് 6 എന്ന വാല്യൂ ഉള്ളത്. അതേപോലെ ഏതാണ്? കോളം 3 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് 1, 3. അങ്ങനെ നമുക്ക്
ആ വാല്യൂ ഗെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് ഈ 2D അറേൻ്റെ ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്. അതാണ് സിംഗിൾ ഡയമെൻഷനിലും 2 ഡയമെൻഷനിലും തമ്മിലുള്ള ഡിഫറൻസ്. സിംഗിളിലാകുമ്പോൾ ഒരു സബ്സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ, അപ്പോൾ അത് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ 2Dൻ്റെ കേസ് വരുമ്പോൾ 2 സബ്സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ഡിക്ലറേഷൻ. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ അറേസ് അല്ലെങ്കിൽ 2D അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻറ്റ് B23 നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് അരയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഡാറ്റ ടൈപ്പാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് നമ്മളുടെ അരയ്ക്ക് കൊടുക്കുന്ന ഒരു നെയിം ആണ്. B23 എന്ന് പറഞ്ഞാൽ 2 pairs ഓഫ് ബ്രാക്കറ്റ്സിൽ റോസിന് വേണ്ടിയിട്ട് ഇത്ര റോസ് ഇത്ര കോളംസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 × 3 6 ആയിരിക്കും. ഓക്കെ, ദെൻ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഡാറ്റ ടൈപ്പ്, വേർ നെയിം, റോ സൈസ്, കോളം സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻറ്റ് A33 ഫോർ എക്സാമ്പിൾ A33 അങ്ങനെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊരു 4th റോയിലുള്ള ഒരു എലമെൻ്റാണ് കിട്ടേണ്ടതെങ്കിൽ എങ്ങനെ കിട്ടും? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ടേബിൾ അതിൽ എത്രാമത്തെ ഇപ്പോൾ 4th റോയിലുള്ള ഒരു എലമെൻറ്റാണ് കിട്ടേണ്ടതെങ്കിൽ എങ്ങനെ നമുക്ക് ഗെറ്റ് ചെയ്യും? അപ്പോൾ ആദ്യം അത് ആരയിൽ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യണം. അതിന് വേണ്ടി നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാം. ഫോർ j = 0, j < 3, j++. ഇങ്ങനെ കേസ് വരുമ്പോൾ 4th റോയിലാണ് നമുക്ക് കാണേണ്ടത്. 4th റോ വരുമ്പോൾ 0 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ A3j, ജേൻ്റെ അവിടെ വേറൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ 3rd റോ ആണെന്ന് കൺഫേംഡ് ആണ്. 3rd റോയിൽ എത്രാമത്തെ ജെക്ക് പകരം നമ്മളവിടെ യൂസ് ചെയ്തത് കോളത്തിൻ്റെ വേരിയബിളാണ് ജെ. അല്ല, കോളത്തിന് പകരം അവിടെ ജെ എന്ന് പറഞ്ഞ വേരിയബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ A3j. അപ്പോൾ 4th റോയിലുള്ള 4th റോ എന്ന് പറയുമ്പോൾ നമ്മൾ 0 തൊട്ടല്ല ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ 3. ഓക്കെ, A3j. അതേപോലെ തന്നെ 3rd കോളത്തിലുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? I = 0, I < 3, I++. A(i)(3). 3rd കോളല്ലേ, 3rd കോളാകുമ്പോൾ 2 ആണ് വേണ്ടത്. ഓക്കെ, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാവും. ഓക്കെ, ഡോണ്ട് വറി, അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ A(i)(2) എന്ന് വെച്ചാൽ 3rd കോളാണ്. 3rd കോളാകുമ്പോൾ n-1 ഇരിക്കില്ല അതിൻ്റെ പൊസിഷന്. അപ്പോൾ 2. Then all of the elements of the array can be accessed by rows as follows. എല്ലാ എലമെൻറ്റ്സും ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർ I = 0, I < 3, I++. ഫോർ j = 0, j < 3, j++. A(i)(j). ഇതിനൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഗെറ്റ് ചെയ്യും ആ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, കാരണം എല്ലാ വാല്യൂസും നമുക്ക് ഗെറ്റ് ചെയ്യേണ്ടത്, അതുവരെയുള്ള എല്ലാ വാല്യൂസും ഗെറ്റ് ചെയ്യാൻ വേണ്ടി 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. 2ൻ്റെ കേസ് വരുമ്പോൾ ഇനി സ്കാൻ ചെയ്യുമ്പോഴും വേണം, അതേപോലെ പ്രിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഡിക്ലറേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതുണ്ട്, പിന്നെ സ്കാൻ ചെയ്യാറുണ്ട്. ഫോർ ലൂപ്സ് 2 നെസ്റ്റഡായിട്ട് യൂസ് ചെയ്തിട്ടൊക്കെ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഇനീഷ്യലൈസേഷനിൽ ചെയ്തിട്ടുള്ളത് അതിലേക്കുള്ള വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ ഓക്കെ, ഇൻറ്റ് B(23), 51, 52, 53 അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ B(0, 0) 51, B(01) 52. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറയുകയാണ്. ഓരോ പൊസിഷൻക്ക് ഓരോ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ ബ്രേസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ റോസിന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അത് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഇൻറ്റ് CO43 1, 2, 3 ഫസ്റ്റ് ബ്രേസിൽ, 4, 5, 6 നെക്സ്റ്റിൽ, 7, 8, 9 നെക്സ്റ്റിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ്ലി ഡിക്ലറേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഇൻറ്റ് CO പറഞ്ഞാൽ അവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല, പക്ഷേ 3 കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാല്യൂസ് അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ റോസ് 4 ആയിട്ടാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റോസ് 4 ആണെന്ന് ഇംപ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്യാൻ പോസിബിളാണ്. ദെൻ 2 ഡയമെൻഷണൽ അറേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു സ്കാൻഎഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്കാൻഎഫ് വെച്ചിട്ട് ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ ഫോർ ലൂപ്സ് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റഡ് ഫോർ ലൂപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ
ഫോർ ഐ ഈക്വൽ ടു 0 ദെൻ ഫോർ ജെ ഈക്വൽ ടു 0 നമ്മളിപ്പോൾ എക്സാമ്പിൾ നേരത്തെ കണ്ടില്ലേ. അതേപോലെ രണ്ട് ഫോർ ലൂപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം സ്കാൻ ചെയ്യാൻ, രണ്ട് ഫോർ ലൂപ്സ് യൂസ് ചെയ്തിട്ട് വേണം പ്രിൻറ്റ് ചെയ്യാൻ. അതേമാതിരി ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴൊക്കെ ആ ഫോർ ലൂപ്സ് അങ്ങനെ തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ട് 2D അറേയിൽ. ദെൻ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആവശ്യമുണ്ട്, റോസും കോളേഴ്സും ഒക്കെ ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് വരാൻ. പക്ഷേ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുമ്പോൾ നല്ലൊരു മെട്രിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിനുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് നെസ്റ്റഡ് ഫോർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക, ലൂപ്സ് യൂസ് ചെയ്തിട്ട്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ പ്രോഗ്രാം ടു ഇൻപുട്ട് എലമെൻറ്റ്സ് ഇൻ എ 2-dimensional അറേ ആൻഡ് പ്രിൻറ്റ് ഇറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ദെൻ അത് പ്രിൻറ്റ് ചെയ്യും. ഫസ്റ്റ് എന്താണ്, ഹെഡർ ഫയൽസ് ആണ് കൊടുക്കുന്നത്. ആഷ് ഇൻക്ലൂഡ് stdio.h, ആഷ് ഇൻക്ലൂഡ് conio.h. ദെൻ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. മെയിൻ ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഡിക്ലറേഷൻ ഇൻ എ ഓഫ് 3 അപ്പോൾ നമ്മളൊരു 2-dimensional അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെമ്മറിയിൽ എന്താ സംഭവിച്ചത്? നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു സ്പേസ്. ഇൻ എ ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുള്ള 9 എലമെൻറ്റ്സുള്ള സ്പേസാണ് നമ്മൾ മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് മെമ്മറി അവിടെ ഇങ്ങനെ വേക്കൻ്റായി കിടക്കും. വേറൊരു ടീമിനോ അല്ലെങ്കിൽ വേറെ ഇൻസ്ട്രക്ഷൻസിനൊന്നും യൂസ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് എഫിഷ്യൻ്റായ രീതിയിൽ വേണം ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ കോഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആരായാലും ശരി, അവരത് എഫിഷ്യൻ്റായ രീതിയിൽ നമ്മൾ മെമ്മറി യൂസ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ അത് ബെനിഫിഷ്യൽ ആവുള്ളൂ, എന്നാലേ അത് എഫിഷ്യൻ്റായിട്ട് യൂസിങ് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2D അറേ ഡിക്ലെയർ ചെയ്തു, പിന്നെ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് ഐ ജെ. എന്തിനാണ് ഇൻറ്റ് ഐയും ജെയും? ഐയും ജെയും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ടാണ്. ദെൻ ക്ലിയർ സ്ക്രീൻ, ദെൻ പ്രിൻറ്റ് ഓഫ്, എൻ്റർ ദി എലമെൻറ്റ്സ് ഇൻ ദി അറേ. നമ്മൾ പ്രിൻറ്റ് ഓഫ് കൊടുത്തു. ദെൻ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 3, ഐ പ്ലസ് പ്ലസ്. ദെൻ ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ 3, ജെ പ്ലസ് പ്ലസ്. സ്കാൻ ചെയ്തു, ആംപർസാൻഡ് എ ഓഫ് ഐ ജെ. അപ്പോൾ നമ്മൾ 0 തൊട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഐ ലെസ് ദാൻ 3 ആവുന്നത്. നമ്മളിനി 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സപ്പോസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കൊടുക്കണം, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ മിസ്റ്റേക്സ് വരും. അപ്പോൾ ഒരിക്കലും അത്രയും മിസ്റ്റേക്സ് ചെയ്യരുത്. ഫോർ ഐ ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് ഐ ലെസ് ദാൻ 3 ആയത്. ഫോർ ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടീഷൻ അങ്ങനെ ചേഞ്ചസ് വരുത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തു. നിങ്ങളും കൺഫ്യൂഷനൊന്നുമില്ലല്ലോ ഇപ്പോൾ ഈ സ്കാൻ ചെയ്തില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് C പ്രോഗ്രാമൊക്കെ. Then for I equal to 0, I less than 3, I plus plus. For j equal to 0, j less than 3, j plus plus. Then print off. നമ്മൾ a of I j പ്രിൻറ്റ് ചെയ്തു. എന്നിട്ടൊരു ബാറിന് ഇട്ട് കൊടുത്തു നെക്സ്റ്റ് ലൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ റോസും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ വരാൻ വേണ്ടിയിട്ട്. Then get ch. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നതാണ് 1 2 3 4 5 6 7 8 9. ദെൻ ഔട്ട്പുട്ട് വന്ന എങ്ങനെയാണ്? 1 2 3 ഫസ്റ്റ് റോ, 4 5 6 നെക്സ്റ്റ് റോ, ദെൻ 7 8 9 നെക്സ്റ്റ് റോ. ഓക്കെ, കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല, കാരണം സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണല്ലോ. ഓക്കെ, ദെൻ സ്റ്റോറേജ് അലോക്കേഷൻ. നമ്മൾ പറയുന്നത് നമ്മുടെ അരേസിന് വേണ്ടിയിട്ട്, അത് സിംഗിൾ ഡയമെൻഷണൽ അറേ ആയാലും 2-dimensional അറേ ആയാലും 3-dimensional അറേ ഒക്കെ ആയാലും അരേസിന് വേണ്ടിയിട്ട് നമ്മൾ CPU സ്റ്റോറേജ് കൊടുക്കുന്നത് എങ്ങനെയാണ്? കണ്ടിഗ്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ്. അപ്പോൾ കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ഡിക്ലറേഷൻ ടൈമിൽ തന്നെ അരേക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അരോ ഡിക്ലറേഷൻ ഇൻറ്റ് എ ഓഫ് 3 4 എന്ന് കൊടുത്താൽ ആ അരേ എലമെൻറ്റ്സ് കണ്ടില്ലേ, F00, F01, F02, അത് ഇത്രയും കാര്യത്തിൽ അതിൽ എലമെൻറ്റ്സ് എന്താണെന്ന് അറിയില്ല, പക്ഷേ അതിനുള്ള സ്പേസ് അവിടെ മെമ്മറിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയൊക്കെ വാല്യൂസ് കൊടുക്കാനേ ഉള്ളൂ. സ്റ്റോറേജ് അലോക്കേഷൻ റോ 1 F00 അങ്ങനെ ഓരോന്നിനുള്ള സ്പേസും നമ്മൾ മെമ്മറിയിൽ വേക്കൻ്റായി കടന്നു. ഇനി നമ്മൾ എന്താ വേണ്ടത്? അതിലേക്കുള്ള വാല്യൂസും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് സ്റ്റോറേജ് അലോക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ 2-dimensional അറേസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. 1, എ പ്രോഗ്രാം ടു ആഡ് 2 metrics entered by the user and print it. 2 മെട്രിക്സ് ആഡ് ചെയ്യുക, എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് C പ്രോഗ്രാം തുടങ്ങാം? നമുക്ക് C പ്രോഗ്രാം തുടങ്ങുന്ന പോലെ ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഹെഡർ ഫയൽ, ആഷ് ഇൻക്ലൂഡ് stdio. നമുക്ക് ഇനി ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാണ്ട് കേട്ടോ. അപ്പോഴേ നിങ്ങളിങ്ങനെ നമ്മൾ ഈ സാമ്പിൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ ഗെറ്റ് ചെയ്ത് വരണം. എന്നാലും നമുക്കിനി നല്ല ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാണ്ട്, ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയ ഗെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മുടെ ഹെഡർ ഫയൽ, ദെൻ മെയിൻ ഫംഗ്ഷൻ, ദെൻ നമ്മൾ എന്താണ് ഡിക്ലറേഷൻ ചെയ്യാണ് D of 33, B of 33, C of 33. എന്തിനാണ് ഈ 3 എണ്ണം? അഡീഷൻ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒരു മെട്രിക്സ് വേണം, ദെൻ മെട്രിക്സ് വേണം, പിന്നെ ഒരു സം ചെയ്തൊരു മെട്രിക്സും വേണം. ഓക്കെ, അപ്പോൾ A of 33, B of 33,
സി ഓഫ് 3 അങ്ങനെ 3 എണ്ണമായി. ദെൻ ഇൻറ്റു ഐ ജെ, അത് നമ്മൾ ഫോർ ലൂപ്സിന് വേണ്ടിയിട്ടാണ്. ദെൻ ക്ലിയർ സ്ക്രീൻ, ദെൻ പ്രിൻ്റ് എഫ്, എൻ്റർ ദി എലമെൻറ്റ്സ് ഫോർ ദി ബോത്ത് അരേ. അപ്പോൾ ഫസ്റ്റ് അരേക്ക് വേണ്ടിയുള്ള നമ്മൾ ചെയ്യണം ആദ്യം ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്. ഇതൊക്കെ റിപ്പീറ്റേഷൻ ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണമെങ്കിൽ എഴുതി പഠിക്കാട്ടോ പ്രോഗ്രാം, കാരണം ഇത് സിമ്പിളാണ്. പക്ഷേ ഇനി ടഫുള്ളൊക്കെ വരുമ്പോൾ ഈ സിമ്പിൾ വെച്ച് ബേസ് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്. ദെൻ സ്കാൻ ചെയ്യുക ആംപ്രസൻറ്റ് എ ഓഫ് ഐ ജെ. നമ്മൾ സ്കാൻ ചെയ്തു, വാല്യൂസൊക്കെ ഗെറ്റ് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് മാട്രിക്സിലുള്ള വാല്യൂസൊക്കെ ഗെറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് മാട്രിക്സിലുള്ള വാല്യൂസ് ഗെറ്റ് ചെയ്യാണ് ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്. സെയിം വേരിയബിൾസിന് യൂസ് ചെയ്താൽ മതി, കാരണം ഐയും ജെയും ജസ്റ്റ് വേരിയബിൾസ് ആണ്. ഒരു ടൈമിൽ അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ വേറൊരു ടൈമിക്ക് അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ആ വേരിയബിൾ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്. ദെൻ സ്കാൻ ചെയ്യുക നമ്മളുടെ വേരിയബിളിനെ ആംപ്രസൻറ്റ് ബി ഓഫ് ഐ ജെ. അപ്പോൾ എന്ത് സംഭവിച്ചു, രണ്ട് മെട്രിക്സസ് ഇപ്പോൾ നമ്മൾ വാല്യൂസൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ വേക്കൻ്റായി കിടന്നിരുന്ന മെമ്മറിയൊക്കെ ഫുള്ളായില്ലേ. ഇനി കുറച്ച് സ്പേസും കൂടെ ഡിക്ലറേഷൻ നമ്മൾ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, മെട്രിക്സസിനുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഫില്ല് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, ആദ്യം ഇത് അഡീഷൻ ചെയ്യണം. ഓക്കെ, അഡീഷൻ ചെയ്യാം. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പുതിയ മെട്രിക്സ് ആണ് സി ഓഫ് ഐ ജെ, അതിലേക്ക് എ ഓഫ് ഐ ജെ പ്ലസ് പി ഓഫ് ഐ ജെ ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് സി ഓഫ് ഐ ജെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഒരു ബാർ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് ഇങ്ങനെ ഓരോ റോസും വരും, ഗെറ്റ് സി എച്ച്. ഓക്കെ, അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് 1 2 3 4 5 അങ്ങനെ കുറേ വാല്യൂസ് വന്നു. പിന്നെ നെക്സ്റ്റ് മെട്രിക്സിൻ്റെ 1 2 3 വന്നു, രണ്ടും കൂടെ ആഡ് ചെയ്തു 2 4 9 8 10 12. അവിടെ സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അടുത്തടുത്ത വന്നിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടും വന്നു. നിങ്ങൾക്ക് തോന്നുന്നു സി പ്രോഗ്രാമിലൊക്കെ ചെയ്തിട്ടുണ്ടാവണല്ലോ, ഈ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ടോ, ഉണ്ടാവേണ്ടതാണ്. ദെൻ പ്രോഗ്രാം ടു ഇൻപുട്ട് മാട്രിക്സ് ആൻഡ് പ്രിൻ്റ് ഇറ്റ്സ് ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് അങ്ങനെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ മാറ്റിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ട്രാൻസ്പോസിൽ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നമ്മളുടെ ഹെഡർ ഫയൽസ്, ദെൻ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഡിക്ലറേഷൻ ചെയ്തു, ദെൻ നമ്മളുടെ വേരിയബിൾസ് ഇൻറ്റു ഐ ജെ കൊടുത്തു, ക്ലിയർ സ്ക്രീൻ, ദെൻ പ്രിൻറ്റ് എൻ്റർ ദി എലമെൻറ്റ്സ് ഇൻ ദി അറേ. അറേയിലുള്ള എലമെൻറ്റ്സ് ആദ്യം പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിക്ലറേഷൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷേ പ്രോഗ്രാം ചെയ്യുമ്പോൾ പലരും വരുന്ന മിസ്റ്റേക്കാണ്. ഈ ഒരു ലോജിക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടുപോവുക, അല്ലെങ്കിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോവുക, അതൊന്നും ഒരിക്കലും വിട്ടുപോകുന്ന ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ തവണ പറയുമ്പോഴും ഹെഡർ ഫയൽ, മെയിൻ ഫംഗ്ഷൻ, ദെൻ ഡിക്ലറേഷൻ, ദെൻ വേരിയബിൾ ഡിക്ലറേഷൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഓർഡറിൽ വേണം പ്രോഗ്രാം ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മുടെ സി പ്രോഗ്രാമിംഗ് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്, എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ വർക്കിംഗ് നടക്കുള്ളൂ, അല്ലെങ്കിൽ ടോട്ടൽ എറേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഇഷ്യൂസ് വരരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡിക്ലറേഷനാണ്. അപ്പോൾ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ്. ഈ ബ്രേസസ് ഒക്കെ കൊടുക്കണം കേട്ടോ, കാരണം ബ്രേസസിന് പോലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുത്താൻ നോക്കണം. കറക്റ്റായിട്ട് നമ്മളുടെ ഈ സ്ലൈഡിലുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് അതേപോലെ നോട്ടിക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, അത് അറിയുന്നവർ പലരും ഉണ്ടായിരിക്കും, പക്ഷേ അറിയാത്ത എത്രയോ പേരുണ്ടായിരിക്കും, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. സോ ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്. ദെൻ സ്കാൻ ചെയ്തു ആംപ്രസൻറ്റ് എ എഫ് ഐ ജെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ എ എഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്തത്, പക്ഷെ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഓപ്പറേഷൻ കിടക്കുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്യുന്നത്, ട്രാൻസ്പോസല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ തിരിച്ചിടും, കോളർ റോയും തമ്മിൽ തിരിച്ചിടും. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് വരിക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ സ്കാൻ ചെയ്താൽ മനസ്സിലായില്ലേ, ആംപ്രസൻറ്റ് എ എഫ് ഐ ജെ. പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഫോർ ഐ ഈക്വൽ ടു 0 ഫോർ ജെ ഈക്വൽ ടു 0
ഇവിടെ ഈ കേസിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ ഫോർ ജെ ഈക്വൽ ടു 0 എന്നാണ് ഇതിൽ കൊടുത്തത്. ശരിക്കും അതല്ല. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്, അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ പ്രിൻറ്റ് ചെയ്യുമ്പോൾ മാത്രം ബി ഓഫ് ജെ അവിടെ മാത്രമാണ് ആ കോളം റോയും തിരിച്ചിടുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. മനസ്സിലായില്ലേ? ഗെറ്റ് സി എച്ച്. കാരണം ഇവിടെ ചേഞ്ച് വരാൻ പാടില്ല, കാരണം നമുക്ക് ആ ഇൻഡെക്സ് വെച്ച് തന്നെ ഗെറ്റ് ചെയ്യണ്ടേ നമ്മൾ സ്കാൻ ചെയ്ത്. എനിവേ നമുക്കിനി സിസ്റ്റം കിട്ടുമ്പോൾ അതൊക്കെ റൺ ചെയ്ത് നോക്കാം. ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. നമുക്കങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമേ ഒരു പരിധിയിൽ കൂടുതൽ കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രിൻ്റ് അപ്പോൾ നിങ്ങൾ നോഡിൽ ചെയ്യുമ്പോൾ അവിടെ ചേഞ്ച് വരുത്താം കേട്ടോ. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്, പ്രിൻ്റ് ഓഫ് ബി ഓഫ് ജെ ഐ. ഓക്കെ, അപ്പോൾ എന്താ നേരെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ മെട്രിക്സ് തിരിച്ചു വരും, ട്രാൻസ്പോസ് ആയി മാറും. നോക്കാം ഔട്ട്പുട്ട് 1 2 3 4 5 6 7 8 9. ട്രാൻസ്പോസ് ആയി വന്നു 1 4 7 2 5 8 3 6 9. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മെട്രിക്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. യൂസർ സ്കാൻ ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഹെഡർ ഫയൽസ്, ദെൻ മെയിൻ ഫങ്ഷൻസ്, ദെൻ നമ്മുടെ അരേസ് ഡിക്ലെയർ ചെയ്തു. ഇൻഡ് ഓഫ് വി ഓഫ് 3 3 വി ഓഫ് 3 3, ദെൻ നമ്മുടെ വേരിയബിൾസ് ഐ ജെ ഡിക്ലെയർ ചെയ്തു, ദെൻ പ്രിൻ്റ് ചെയ്തു എൻ്റർ ദി എലമെൻറ്റ്സ്. അത് നോക്കാം എങ്ങനെയാണ് എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് എ ഓഫ് ഐ ജി ആണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്, സ്കാൻ ഓഫ്. ദെൻ ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്. എന്ത് ബി ഓഫ് ഐ ജെയും നമ്മൾ സ്കാൻ ചെയ്തു. അപ്പോൾ രണ്ട് മാട്രിക്സസ്ക്കുള്ള വാല്യൂസ് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത്. എന്താണ് നമ്മളുടെ ഓപ്പറേഷൻ? മൾട്ടിപ്ലിക്കേഷനാണ് നമ്മളുടെ ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ 3 ഐ പ്ലസ് പ്ലസ്, അഗെയിൻ ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 ജെ പ്ലസ് പ്ലസ്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഡെക്സിനുള്ള വാല്യൂസിനെയും ഗെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? പുതിയൊരു അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ പോകണം. സി ഓഫ് ഐ ജെ ഈക്വൽ ടു 0. അപ്പോൾ പുതിയൊരു അരേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയൊരു വേരിയബിൾ യൂസ് ചെയ്തു കെ. ഫോർ കെ ഈക്വൽ ടു 0 കെ ലെസ് ദാൻ 2 കെ പ്ലസ് പ്ലസ്. അപ്പോൾ ഈ കെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? സി ഓഫ് ഐ ജെ ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. അപ്പോൾ എ ഓഫ് ഐ 0 ആണെങ്കിൽ എ ഓഫ് കെയും 0, അങ്ങനെ 0th പൊസിഷനിലാക്കിയിട്ട് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ മാട്രിക്സസിൽ ചെയ്യുക? ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ഈ ഒരു കോഡ് മാത്രം എഴുതിയെടുക്കുക നോട്ടിൽ. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതിനൊരു കൺഫ്യൂഷൻ വരുമ്പോൾ എന്നോടൊന്ന് പറയാം, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ വരാൻ സാധ്യത നമുക്കറിയാലോ. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കണം, കെ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ. എന്നിട്ടാണല്ലോ ഓരോ റോസും ഓരോ കോളംസായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ വാല്യൂസിന് സി ഓഫ് ഐ ജെക്ക് പാസ് ചെയ്യും, എന്നിട്ട് ആ റിസൾട്ട് സി ഓഫ് ഐ ജെ കൊടുക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ റിസൾട്ട് പ്രിൻ്റ് ചെയ്യും, ഗെറ്റ് സി എച്ച് ചെയ്യും. അതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് വരുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 1 2 3 അങ്ങനെ 9 വരെ വന്നു. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് നമുക്കറിയാമല്ലോ, കുറച്ച് വലിയ റിസൾട്ടായിരുന്നു. കാരണം ഓരോ റോസും കോളസും വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 30 66 102 അങ്ങനെ ഓരോ വാല്യൂസ് ഗെറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്നിപ്പോൾ നമ്മുടെ മൾട്ടി ഡയമെൻഷൻ അരേസിൽ പറയാനുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ ആകാൻ മാത്രമല്ല, നമ്മൾ ചെറിയ കുറച്ച് പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാതെ പോകാൻ വയ്യ, കാരണം ഇനി ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്ക്കൊക്കെ പോകാണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനിയും ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകാനും ഇനിയും നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സി പ്രോഗ്രാമിൽ ഒരു പക്ഷേ നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടാവണം ഫസ്റ്റ് സെമ്മിലൊക്കെ ആയിട്ട്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ നോട്ട്സൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. പ്രോഗ്രാമിൻ്റെ നോട്ട്സ് എഴുതുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ 3-4 പ്രോഗ്രാംസ് ഇത് ചെയ്തില്ല, അതിൻ്റെയൊക്കെ നോട്ട്സ് എഴുതുമ്പോൾ ഇതിൽ കാണുന്ന പോലെ അതേപോലെ സ്പേസൊക്കെ മാനേജ് ചെയ്തിട്ട് വേണം ഇട്ട് എഴുതാൻ. ഒരു നീറ്റായിട്ട് എഴുതി കൊണ്ടുവരണം. കാരണം ഒന്നായിട്ട് എഴുതിയ പിന്നെ നിങ്ങൾ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നിങ്ങൾ നീറ്റായിട്ട് നോട്ട്സ് അങ്ങനെ ഫിനിഷ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ മൾട്ടി ഡയമെൻഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
സോ ഏതായാലും എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നമ്മളുടെ ഫ്രൈഡേ വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എക്സാം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ചെറിയൊരു പ്രോഗ്രാമും ഉണ്ടായിരിക്കും, 2 മാർക്കിനുള്ളൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോങ് ആൻസേഴ്സ് എഴുതാൻ പറ്റിയ സ്പേസ് ഉണ്ടല്ലോ നമ്മളുടെ ഫോമിൽ. അപ്പോൾ ടെസ്റ്റ് പേപ്പർ വെച്ച് നമുക്ക് അങ്ങനെ പ്രോഗ്രാമെങ്കിലും അങ്ങനെ ചെയ്യണം. കുറച്ച് പേർക്കെങ്കിലും ഐഡിയ കിട്ടിയോന്ന് അറിയണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ട്സ് ഫിനിഷ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.